നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്ലെയറെ കുറിച്ചിട്ടാണ്. അതായത് ഒരു പ്ലെയർ അനാലിസിസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അനാലിസിസ് എന്നുള്ള രീതിക്കാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഇങ്ങനെ ചുമ്മാ 10 മിനിറ്റ് ഇങ്ങനെ കാണാനിടയുണ്ടായിരുന്നു. ആ കണ്ടതിൽ വെച്ചിട്ട് ഒരു കാര്യം നോട്ടീസ് ചെയ്തത് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിപ്പോ നിങ്ങളൊരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ചെയ്ത പോലെ ചെയ്യാതിരിക്കുക. കാരണം നമ്മളിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗോൾ കീപ്പർ ക്ലിയർ ചെയ്ത് കളഞ്ഞു, ഗോൾ കീപ്പർ മിസ്റ്റേക്ക് ആയിരുന്നു, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആയില്ല, ബിൽഡപ്പ് വർക്ക്ഔട്ട് ആയില്ല എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ പൊസിഷൻ ആണ്, അവർ ബിൽഡ് ചെയ്യാണ് ബാക്കിൽ നിന്നിട്ട്. അവരെ സെന്റർ ബാക്സിന്റെ കയ്യിൽ, റൈറ്റ് സെന്റർ ബാക്കിന്റെ കയ്യിലാണ് ഇപ്പോ പൊസിഷൻ ഉള്ളത്. റൈറ്റ് സെന്റർ ബാക്ക് ലെഫ്റ്റ് സെന്റർ ബാക്കിലേക്ക് ഒരു പാസ് കൊടുക്കണം. അദ്ദേഹം ആ പാസ് റിസീവ് ചെയ്തിട്ട് പ്രഷർ വരുന്നത് കൊണ്ട് ഗോൾ കീപ്പറിന് പ്ലേ ചെയ്യുന്നു, ഗോൾ കീപ്പർ അത് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഇൻ പൊസിഷൻ ഉണ്ടായിരുന്ന ഒരു ബോൾ, അതായത് ബിൽഡ് ചെയ്തിരുന്ന ഒരു സമയത്ത് നിന്ന് നമുക്ക് ഔട്ട് ഓഫ് പൊസിഷൻ ആവാണ്, ഒരു ത്രോ ഇൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ഇതിലേക്ക് ഇൻ ഡെപ്ത് വരുമ്പോൾ ലെഫ്റ്റ് സെന്റർ ബാക്കിന്റെ ബോഡി ഷേപ്പ് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം റൈറ്റ് സെന്റർ ബാക്ക് ലെഫ്റ്റ് സെന്റർ ബാക്കിലേക്ക് പാസ് തീർക്കുമ്പോൾ ലെഫ്റ്റ് സെന്റർ ബാക്ക് ഭയങ്കര അധികം ഒരു ആംഗിളിലാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഷേപ്പ് ബോളിനോട് മാത്രം ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പൊതുവെ നമ്മൾ പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഉണ്ടാവുന്നതാണ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പാസ് റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 3 ഓപ്ഷൻസ് കിട്ടിയേനെ. കാരണം ഇങ്ങനെ ഒരു ബോഡി ഷേപ്പ് ഉണ്ടാവുമ്പോൾ പ്രസ് ചെയ്യുന്നവർക്ക് വൺ പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഈ ഒരു ബോഡി ഷേപ്പിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് ഒരൊറ്റ ഡയറക്ഷനിലായിരിക്കുമെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾക്ക് ബോഡി ഷേപ്പ് ഇല്ലാന്ന് ചോദിക്കാം, ബോഡി ഷേപ്പ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ബോൾ പ്ലേ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നോക്കിയാൽ ഇപ്പൊ ചെൽസിയിലൊക്കെ എൻസോ ഫെർണാണ്ടസിന്റെ ഒക്കെ ഗുണം അതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യം, കാരണം നിങ്ങളൊരു ബോൾ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡിഫെൻസീവ് തേർഡിലാണ് നിങ്ങൾ എന്തുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആ ബോൾ ഗോൾ കീപ്പർക്ക് പ്ലേ ചെയ്തതിന് ശേഷം ആദ്യം ഒരു സെന്റർ ബാക്ക് ചെയ്യേണ്ടത് ഡ്രോപ്പ് ഇൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ അവിടെ ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, ഒരു പാസിംഗ് ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പ്രസ് ചെയ്യുന്ന ആൾക്ക് ഒരു ആംഗിളിലെ പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അപ്പൊ അദ്ദേഹത്തിന്റെ റണ്ണ് കേർവ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അദ്ദേഹം ഗോൾ കീപ്പർ പോയി പ്രസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ ഓപ്ഷൻ ആയിട്ടുണ്ട്, ലെഫ്റ്റ് ബാക്കിനെ യൂസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മിഡ്ഫീൽഡറെ യൂസ് ചെയ്യാം, പല പല ഓപ്ഷൻസ് വരും, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ഡ്രോപ്പ് ഇൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അത് നിങ്ങൾ ഡിഫെൻസീവ് തേർഡിൽ നിന്നല്ല, എവിടെയാണെങ്കിലും നിങ്ങൾ ഒരു പാസ് ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഒരു ആംഗിളിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സപ്പോർട്ട് ഫ്രം ബിനീത്ത് എന്ന് പറയും, അതായത് താഴെ നിന്നൊരു സപ്പോർട്ട് കൊടുക്കുക. ഇനിയിപ്പോ ഈ ബോൾ പ്ലേ ചെയ്ത സെന്റർ ബാക്ക് മാത്രമല്ല, അപ്പുറത്തെ സെന്റർ ബാക്കിനെ നോക്കി, ആ സെന്റർ ബാക്ക് നടക്കുകയാണ്. ഒരിക്കലും നമ്മളെ കയ്യിൽ പൊസിഷൻ ഉള്ളപ്പോൾ ഡിഫെൻസീവ് തേർഡിൽ നമ്മൾ നടക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല, അൺലെസ് ബോൾ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ. ഇപ്പൊ ഈ വീഡിയോയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം അതിന് ശേഷം ഗോൾ കീപ്പറോട് പറയുന്നുണ്ട് സ്വിച്ച് ചെയ്യാമായിരുന്നു എന്നൊക്കെ. ശരിയാണ്, സ്വിച്ച് ചെയ്യാമായിരുന്നു, ഒരു പക്ഷെ സ്വിച്ച് ചെയ്തേനെ. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ എന്തായാലും ചെയ്യാം. നിങ്ങളൊരു സെന്റർ ബാക്ക് ആണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ആവുന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ആവുക. സ്വിച്ച് ചെയ്യേണ്ട കാര്യം അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് ഗോൾ കീപ്പർ ഓപ്ഷൻ ആണ്, സ്പേസ് അനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് ദ ബോൾ പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് ക്വിക്ക് ആയിട്ടുള്ള ഒരു 5 to 6 യാർഡ് സ്പ്രിന്റ് ആണ്, ജോഗല്ല. 5 to yards നമ്മൾ ക്വിക്ക് ആയിട്ട് സ്പ്രിന്റ് ചെയ്യും, ബോഡി ഷേപ്പ് കറക്റ്റ് ആക്കി വെക്കും, റിസീവ് ചെയ്യാനുള്ള രീതിക്ക് ബോൾ ചോദിക്കുക. ഇതാണ് ടിപ്പിക്കലി സെന്റർ ബാക്സ് ചെയ്യേണ്ട പരിപാടി. ഇപ്പോ ഇത് ഡ്രോപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയൊക്കെ, ഈ പറയുന്ന ഈ സെന്റർ ബാക്കിന്റെയും ഈ പ്ലെയറിന്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. അങ്ങനെ ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഒപ്പോണൻസ്, പ്രസ് ചെയ്യുന്ന രണ്ട് ഒപ്പോണൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. മിഡ്ഫീൽഡർക്ക് എന്ത് കിട്ടും? അപ്പോൾ സ്പേസ് കിട്ടും റിസീവ് ചെയ്യാനുള്ളത്, ഇൻ ബിറ്റ്വീൻ വന്നിട്ട് റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ തേർഡ് മാൻ പാസിലൂടെ റിസീവ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ചെറുത് എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ആക്ച്വലി വലുതായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഓരോ മിസ്റ്റേക്സിൽ നിന്ന് മനസ്സിലാവും.